സൗത്ത് ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സെക്സ് ബോംബായിരുന്നു നടി സിൽക്ക് സ്മിത. അവർ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ട് അവരെ എല്ലാവരും ആ രീതിയിലായിരുന്നു പിന്നെ കണ്ടത്. ജീവിതത്തിൽ ഒരുപാട് ചതിയും തട്ടിപ്പും വെട്ടിപ്പും ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ള ഒരു നടിയായിരുന്നു സിൽക്ക് സ്മിത. ഒരു സിനിമാടിയാവാൻ വേണ്ടി അവർ വളരെയധികം ആഗ്രഹിച്ചു. അവർക്ക് ആ നിലയിൽ കയറിപ്പോകാൻ കഴിഞ്ഞു. പക്ഷെ അവർക്ക് കിട്ടിയ എല്ലാ വേഷങ്ങളും ഗ്ലാമറസ് വേഷങ്ങളായിരുന്നു. അവർ ആത്മാർത്ഥമായി സ്നേഹിച്ച് പ്രണയിച്ച ആളുകളൊക്കെ അവരെ ചതിച്ചു. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖവും വിഷാദരോഗവും ഒക്കെ വന്ന് അവരവസാനം അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. അവരാത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ള പല ആളുകളും അവരെ ശാരീരികമായി ഉപദ്രവിക്കുകയും അവരെ പല രീതിയിൽ മുതലാക്കുകയും ചെയ്തു. അവരുടെ പൈസയൊക്കെ ചൂഷണം ചെയ്തു, അവരുടെ അധ്വാനത്തിനെ മുതലെടുത്തു. അങ്ങനെ സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. പ്രശസ്തിയും പണവും ഒക്കെ അവർക്കുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ അവർ സമ്പാദിച്ചിട്ടുള്ള ആഭരണങ്ങൾ പോലും അവരുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞ ഒരവസ്ഥയായിരുന്നു. നിരാശ മാത്രമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അവർ മരിച്ചു കിടക്കുമ്പോൾ തന്നെ അവിടെ വന്നിട്ടുള്ള പത്രപ്രവർത്തകർക്ക് അവരുടെ ശരീരമായിരുന്നു അവർക്ക് വേണ്ടിയത്. കാരണം ആ ശരീരത്തിനെക്കുറിച്ചുള്ള വിവരണങ്ങളും ആ ശരീരത്തിനെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു അവരധികം എടുത്തുകൊണ്ടിരുന്നത്. മരണസമയത്ത് പോലും അവർ സിൽക്ക് സ്മിതയെ വെറുതെ വിട്ടില്ല. അപ്പോൾ സിനിമയുടെ ഇരുണ്ട മുഖമാണ് നമുക്ക് സിൽക്ക് സ്മിതയുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമാടിയായിരുന്നു. പ്രശസ്തി ഉണ്ടായിരുന്നു, പെരുമയുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ ക്യാമറയുടെ മുമ്പിൽ കാണുന്ന പോലെയല്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ചതിയുടെയും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും പെൺവാണിഭത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും പീഡനത്തിൻ്റെയും കൊള്ളിവെപ്പിൻ്റെയും കാപഢ്യത്തിൻ്റെയും സ്വാർത്ഥതയുടെയും അസൂയയുടെയും ഒക്കെ ലോകമാണെന്നുള്ളതാണ് സിൽക്ക് സ്മിതയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിൽക്ക് സ്മിത ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന വേഷങ്ങളെല്ലാം ഗ്ലാമറസ് വേഷങ്ങളായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അവരെ സെക്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കണ്ടിരുന്നത്. സിനിമാക്കാർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒരു നടിയിൽ നിന്ന് ഇപ്രകാരമുള്ള ചില ബോഡി ലാംഗ്വേജുകളും മാനറിസം ഒക്കെ ആണ്. എന്നാൽ മാത്രമേ സിനിമ എന്ന വ്യവസായം മുന്നോട്ട് പോകത്തുള്ളൂ. അതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.